അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡാണ്, മറ്റൊരു അധ്യായം. എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം ചെയ്തു. അപ്പോൾ ഇന്ന് ഒരുപാട് വാർത്തകളുടെ ദിനമായിരുന്നു അല്ലേ? ഒരുപാട് വാർത്തകൾ വന്ന ദിവസമായി. അപ്പോൾ പ്രേക്ഷകർ പലരും തോന്നുന്നു എന്താണ് ഞാൻ മാത്രം ഇന്ന് പാടിയത്, ഇതാണ് അവസ്ഥ. ഒരു ഹലോ പറയൂ. ഹലോ. ഇതൊക്കെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞതാണ്, അപ്പം ഒരു പനിക്കാലം കൂടിയാണല്ലോ. നല്ല ബാസ് വോയിസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് ഷോ എന്തായാലും മുടങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ നിങ്ങളെ കാണാൻ വന്നതാണ്. പ്രവിത പറഞ്ഞു എന്തായാലും ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഷോ ചെയ്യാൻ പ്രവിത എത്തിയത്. അപ്പോൾ ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമായിരുന്നല്ലേ പ്രസിഡന്റ്, പ്രത്യേകിച്ച് കെ സുധാകരന്റെ ആയിരുന്നു ശ്രദ്ധ കേന്ദ്രമായ വാർത്ത എന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയ വാർത്തയാണെങ്കിലും അതിൽ കുറച്ച് വിശ്വാസം അന്ധവിശ്വാസം എല്ലാം കലർന്ന ഒന്നായിരുന്നു. മാത്രമല്ല ഇന്ന് നമുക്കറിയാം, നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ത്യൻ ടീം നമ്മുടെ വിശ്വവിജയം നേടി ടീം തിരിച്ചെത്തിയ ദിവസമാണ്. ഇവിടെ എത്തി. അയ്യോ ഒരു രക്ഷയില്ല. മുംബൈ മൊത്തം എന്താ പറയാ, ഇന്ത്യ മൊത്തം മുംബൈയിലേക്ക് ചുരുങ്ങുകയും അവിടെ വലിയ ആഘോഷം. അപ്പം അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്, ചില സ്പെഷ്യൽ സെഗ്മെന്റുകളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്വാഗതം ചെയ്താലോ? അത് പ്രവിത ചെയ്തു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. അപ്പോൾ പതിവ് പോലെ നമുക്ക് ടോപ്പ് ഹെഡ്ലൈൻസ് തുടങ്ങാം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തലക്കെട്ടുകളായി. You are watching 24 from News Headquarters, Kochi. T20 ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് വീരോചിത വരവേൽപ്പ്. മുംബൈയിൽ അലകടൽ ആവേശം. വിക്ടറി പരേഡിൽ അണിനിരന്ന 10,000. വാങ്കഡെ സ്റ്റേഡിയത്തിൽ BCCIയുടെ സമ്മാനദാനം. ക്യാമ്പസ് സംഘർഷങ്ങളിൽ SFIയെ കടന്നാക്രമിച്ച് CPI. തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്ന് ബിനോയ് വിശ്വം. നിയമസഭയിൽ SFIയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്കെതിരെ AISF. ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യം. SFI അക്രമത്തിന്റെ സന്തതികളെന്ന് കെ സുധാകരൻ. മട്ടന്നൂർ PRNSS കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ KSUവിന്റെ അതിക്രമം. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോസ്കോയിലേക്ക്. സന്ദർശനം ഈ മാസം 6 മുതൽ 8 വരെ. യുക്രൈൻ അധിനിവേശം തുടങ്ങിയ ശേഷമുള്ള മോദിയുടെ നിർണായക റഷ്യൻ യാത്ര. മോസ്കോ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക്. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. മന്ത്രിയുടെ പരിപാടിയിലേക്ക് BJP പ്രതിനിധികളെ മാത്രം ക്ഷണിച്ചെന്ന് വിമർശനം. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ നൽകിയാൽ ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. കേരളത്തിൽ BJPയിലേക്കുള്ള വോട്ട് ചോർച്ച സംബന്ധിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി. തൃശൂരിൽ പരമ്പരാഗത പാർട്ടി വോട്ടുകളും BJPയിലേക്ക് പോയെന്ന് സ്ഥിരീകരണം. BJP രാഷ്ട്രീയത്തെയും പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയെന്ന് വിമർശനം. കേന്ദ്ര കമ്മിറ്റി രേഖയുടെ പകർപ്പ് 24-ന്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ 1-ാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടി കേരള പോലീസ്. കൊലപാതക വിവരങ്ങൾ CBIക്ക് കൈമാറി. കൂട്ടുപ്രതികൾ അറിയാതെ അനിൽകുമാർ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹം മാറ്റിയെന്ന് സംശയം. പ്രതികളെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു. ഹാത്രസ് ദുരന്തത്തിൽ ഭോലെ ബാബയുടെ അനുയായികളടക്കം 6 പേർ അറസ്റ്റിൽ. ആശ്രമത്തിൽ പോലീസിന്റെ പരിശോധന. വിവാദ ആൾ ദൈവം ഭോലെ ബാബ ഇപ്പോഴും ഒളിവിൽ. മരിച്ച 121 പേരെയും തിരിച്ചറിഞ്ഞെന്ന സർക്കാർ. രാഹുൽ ഗാന്ധി ഹാത്രാസിലേക്ക്. UP സർക്കാരിനെ വിമർശിച്ച് അഖിലേഷ് യാദവ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രജന്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി നമുക്ക് ഈ വാർത്തകളിൽ ഇടം പിടിക്കാത്ത പോസിറ്റീവ് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള സമയമാണ്. അതെ, തൽക്കാലം ഹെഡ്ലൈൻസ് ഒക്കെ ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ട് പ്രവിധ വായിച്ചില്ല, ഞാൻ തന്നെയാണ് വായിച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ പോസിറ്റീവ് വാർത്തകൾ നോക്കാം. ശുഭവാർത്ത.
ISRO നാസ സംയുക്ത പദ്ധതി നിസാർ വിക്ഷേപണത്തിനൊരുങ്ങുന്നു. തകരാറ് പരിഹരിച്ച് ഉപഗ്രഹ ഭാഗങ്ങൾ ഈ മാസം തന്നെ ഇന്ത്യയിൽ എത്തിക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള പരിശീലനത്തിനായി 2 പേർ ഉടൻ നാസയിലേക്ക്. ജോലി തിരക്കിനിടെ ജീവനക്കാർക്ക് ആനന്ദമേകാൻ മ്യൂസിക് ബാൻഡുമായി IT കമ്പനി. ജോലിയുടെ വിരസതയകറ്റാൻ മുൻകൈയെടുത്തത് കൊച്ചി ഇൻഫോ പാർക്കിലെ ക്ലേസിസ് ടെക്നോളജീസ് കമ്പനി. മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചത് ഗായകർക്കും വാദ്യോപകരണ വിദഗ്ധർക്കും പ്രത്യേക നിയമനം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ അടുത്തയാഴ്ച. മദർഷിപ്പ് ഈ മാസം 12-ന് വിഴിഞ്ഞത്തെത്തും. തുറമുഖത്തിന്റെ 92% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായെന്ന് മന്ത്രി VN വാസവൻ 24-നോട്. ട്രെയിനിനിടയിൽപ്പെട്ട ആൾക്ക് രക്ഷകരായി RPF ഉദ്യോഗസ്ഥനും യാത്രക്കാരനും. അപകടത്തിൽപ്പെട്ടയാളെ അത്ഭുതകരമായി രക്ഷിച്ചു. സംഭവം പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ. അധികം പോസിറ്റീവ് വാർത്തകൾ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അല്ലേ? ഒരുപാട് പ്രതീക്ഷാ നിർഭരമായ ഒരു ദിവസമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷാ നിർഭരമായ ഒരുപാട് വാർത്തകൾ ഉണ്ടായാലും പക്ഷെ അതിനിടയിലും ചില സുഖകരമല്ലാത്ത വാർത്തകളും വന്ന ദിവസം കൂടിയാണ്. നമുക്ക് അതുകൂടി പെട്ടെന്ന് നോക്കാം. ഇന്നത്തെ അലോസര വാർത്തകളിലേക്കാണ് ഇനി. കാഞ്ഞങ്ങാട് സർക്കാർ ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്ന് പുക ശ്വസിച്ച് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. ചികിത്സ തേടിയത് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കലക്ടർ. കുട്ടികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല. എല്ലാവരും ആശുപത്രി വിട്ടു. കേരളത്തിൽ വീണ്ടും പനി മരണം. കൊല്ലം നിലമേലിൽ 23-കാരിയായ ഗർഭിണി ചികിത്സയിലിരിക്കെ മരിച്ചു. പനി പടരുമ്പോഴും രോഗികളുടെ പ്രതിദിന കണക്ക് പുറത്തുവിടാതെ ആരോഗ്യ വകുപ്പ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മാസത്തിനിടെ 3ാമത്തെ മരണം. ചികിത്സയിലിരിക്കെ മരിച്ചത് കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ 12-കാരൻ. കണ്ണൂർ ഇരിട്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2ാമത്തെയാളുടെ മൃതദേഹം കണ്ടെത്തി. തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് ചക്കരയ്ക്കൽ സ്വദേശിനി സൂര്യയുടെ മൃതദേഹം. എടഞ്ഞൂർ സ്വദേശി ഷഹർബാനിയുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥിനികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച. അപ്പോൾ അതൊക്കെയാണ് അലോസര വാർത്തകൾ. നിരവധി പ്രേക്ഷകരുടെ കമൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എൻ്റെ ശബ്ദത്തെക്കുറിച്ച് ചില പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഒരു കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു ഫ്ലവേഴ്സും 24 കൂടെ. അപ്പുറത്ത് നമ്മുടെ ശ്രീകണ്ഠൻ സാറ് ഫ്ലവേഴ്സ് 1 കോടി കോമഡിയിലുണ്ട്. അപ്പം അതും കാണണം നിങ്ങൾ. 24 കാണാം. അത് അങ്ങനെ കാണുന്ന പ്രേക്ഷകരുണ്ട്. റീനയൊക്കെ പറയുന്നുണ്ട് TV-യിൽ ഫ്ലവേഴ്സും മൊബൈലിൽ 24-ഉം ഇട്ടിട്ടാണ്. ഒരേ സമയത്ത് രണ്ടും അല്ലേ? അത് ഒരുപാട് സന്തോഷം. ഫ്ലവേഴ്സിനെയും 24-നെയും നിങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിൽ. അടുത്ത സ്റ്റോറി, അടുത്ത റിപ്പോർട്ട് വായിക്കാൻ പറ്റിയ ആള് ഞാൻ തന്നെ ആയിരിക്കും. അതെ, സംസ്ഥാനം പനിപ്പേടിയിലാണ്. വീണ്ടും പനിമരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊല്ലം നിലമേലിൽ 23-കാരിയായ ഗർഭിണിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഫറൂഖ് കോളേജ് ഇരുമൂളിപ്പറമ്പ് സ്വദേശി മൃദുലിന്റെ മരണം ഒരു നാടിനെ ഒന്നാകെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. ആ വാർത്തയും ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയായിരുന്നു മരണം. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3. ഏതായാലും പനി ഇങ്ങനെ പകർച്ചവ്യാധി അത് പടരുന്നുണ്ട്. എന്തായാലും ഒരു ജാഗ്രത അക്കാര്യത്തിൽ വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നുമുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു മൃദുൽ. ഇന്നലെ രാത്രി 11:30-യോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫുട്ബോൾ ക്ലബ്ബിലുണ്ട്. ഇവിടെ കുട്ടികളായിട്ട് വളരെ സൗഹൃദം പങ്കിടുന്ന വ്യക്തിയാണ്. കൂടാതെ തന്നെ ഒരാഴ്ച മുമ്പ് ഒരു ഫുട്ബോൾ മാച്ചിൽ അവന് പ്രൈസ് നേടിയാണ്. അപ്പോൾ അത്രയും ലൈവായിട്ടുള്ള വ്യക്തിയാണ്. രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ അച്ചംകുളത്തിലാണ് മൃദുൽ കുളിച്ചത്. ഈ കുളത്തിലാണ് 12 വയസ്സുകാരൻ കുളിച്ചത്. ഈ മാസം 16, 17, 18 തീയതികളിൽ ഈ കുളത്തിൽ ഈ കുട്ടി കുളിച്ചിട്ടുണ്ട്. 16-ാം തീയതിയാണ് കൂടുതൽ സമയം ഈ കുളത്തിൽ ചെലവിട്ടത്. ഇവിടെ നിന്നാകാം വൈറസ് മൃദുലിന്റെ ശരീരത്തിലെത്തിയതെന്നാണ് നിഗമനം.
രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ അച്ചംകുളത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മിഥില ബാലൻ, 24 കോഴിക്കോട്. അതെ, ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ ഈ കുളത്തിലോ ജലാശയങ്ങളിലോ ഒക്കെ ഇറങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ, മഴക്കാലം കൂടി ആയതുകൊണ്ട്. അപ്പോ പ്രവിധ അങ്ങനെ പുറത്തൊന്നും പോയില്ലല്ലോ അല്ലെ, പുറത്തൊന്നും പോയില്ല. പക്ഷേ ഒരു അകലം പാലിക്കണം നമ്മള്. എന്തായാലും ആ ഒരു ജാഗ്രത നല്ലതാണ്. ഈ പറയുന്ന പോലെ പകർച്ചവ്യാധികൾ ഇങ്ങനെ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കൊച്ചിയിലാണ് വാർത്ത. വനിതാ ദന്ത ഡോക്ടറെ കാക്കനാട് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് വാർത്ത. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ബിന്ദു ചെറിയനാണ് മരിച്ചത്. ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം എന്ന വാർത്ത കൂടി, എന്ന വിവരം കൂടി അനുബന്ധമായി വരുന്നു. ഒപ്പം തിരുവാണിയൂർ ലയൺസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് മരണകാരണം, അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും വെളിവായിട്ടില്ല. എന്തായാലും തൂങ്ങി മരിച്ച നിലയിൽ ഡോക്ടറെ കണ്ടെത്തുകയായിരുന്നു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ബിന്ദു ചെറിയാനാണ് മരിച്ചത്. മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ആ വാർത്ത ഇങ്ങനെയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച പ്രതി ഓടി രക്ഷപ്പെട്ടു എന്നാണ്. തിരുവനന്തപുരത്തെ ജയിലിൽ നിന്ന് നാളെ ആലപ്പുഴ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ എത്തുമ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത്. രാത്രി 9 അല്പസം മുൻപാണ് ആ സംഭവം നടന്നത്. റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറിയിൽ കേരളം എന്നാവശ്യപ്പെട്ടപ്പോൾ വിലങ്ങഴിച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്ന് പ്രതി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഓടുകയായിരുന്നു എന്നാണ് മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴ നെടുമുടിയിലെ മോഷണക്കേസിലെ പ്രതിയാണ്. പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ആ മേഖലയിലാകെ തന്നെ ഇപ്പോൾ പോലീസ് അരിച്ചു പെറുക്കുകയാണ്. പ്രതിയുടെ പേര് വിഷ്ണു മഹേഷ് എന്നാണ്. 25 വയസ്സാണ് പ്രായം. തിരുവനന്തപുരത്തു നിന്നും ആണ് രാമങ്കരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ ഈ രീതിയിൽ പ്രതി രക്ഷപ്പെട്ടത്. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മണിക്കൂറിൽ ഈ മിനിറ്റിൽ പുറത്തുവരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വാർത്തകളും നിങ്ങളിലേക്ക് ആ സമയം തന്നെ എത്തിക്കും. വാർത്തകൾ ചൂടൊട്ട് മാറാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. ഒപ്പം രസകരമായ സെഗ്മെന്റുകൾ ഉണ്ടാവും, മറ്റ് സ്റ്റോറികളുണ്ട്. അപ്പോൾ പ്രജൻ ആമിന പറഞ്ഞിട്ടുണ്ട് ഇന്ന് കറണ്ട് ഇല്ല, അതുകൊണ്ട് ദയവേദി പ്രേതകഥ പറയരുത്. ഇന്നിപ്പം നമ്മൾ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഞാൻ പേടിപ്പിക്കും. പ്രേതകഥയൊക്കെ ഉണ്ട്, നമുക്ക് ഇന്ന് നോക്കാം. കുറച്ചധികം അടുത്ത് കറണ്ട് പോയിട്ടുണ്ടെന്ന് പറയാം. ശ്രീരാജ് പറയും, ദൈവമേ ഈ കറണ്ട് കളഞ്ഞവനെ ഉറുമ്പ് കടിക്കണേന്ന്, കൊതുകും കൂടെ കടിക്കട്ടെ. അതെ അതെ അതെ, അത് ഉറപ്പാണല്ലോ. കാരണം ഫാൻ ഇല്ലെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ കൊതുകുകളൊക്കെ വരും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണ് കറണ്ട് കെട്ടുള്ളത് എന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയിക്കാം, നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു കാര്യം അറിയാം, പ്രേക്ഷകർ കൂടി നമ്മുടെ സ്ക്രീനിന്റെ ഭാഗമാകാനുള്ള ഒരു അവസരമുണ്ട് നമ്മുടെ ഗുഡ് നൈറ്റ് ഷോയിൽ. പ്രിയ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. അതെ, പക്ഷേ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഒരു വെൽക്കം ബാക്ക് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും തോന്നുന്നു അല്ലേ? ആരോഗ്യസ്ഥിതി ഞാൻ പരമാവധി എനർജിയിലാണ് പറയുന്നത്. അത് മെല്ലെ മെല്ലെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ട. അപ്പൊ പ്രേക്ഷകർക്ക് അതറിയാം, മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കമന്റ്സ് ഒക്കെ അവർ പറയുന്നുണ്ട്, വെള്ളമൊക്കെ കുടിക്കാൻ പറയുന്നുണ്ട് ഇപ്പോഴും. അതോടൊപ്പം ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. തോമസ് കുട്ടി പറയുന്നു, പ്രജൻ ഒരു പാട്ട് പാടുമോ, കളിവീട് ഉറങ്ങിയല്ലോ എന്ന പാട്ട്. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവു തീങ്ങുന്നല്ലോ. അങ്ങനെയാണെന്ന് തോന്നുന്നു ലിറിക്സ്. വളരെ മുമ്പ് മനസ്സിലേക്ക് വന്നു. അപ്പം ടോമി പറഞ്ഞു, പ്രേതത്തെ ഞാൻ കൂടോത്രം വെച്ച് പൊടിച്ചു കളയുന്നു. അങ്ങനെ രസകരമായ കുറേ കമന്റ്സ് വരുന്നുണ്ട്. അങ്ങനെ കറണ്ട് പോയി നിരവധി ഇടങ്ങളിൽ എന്ന് പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നുണ്ട്. എവിടെയൊക്കെയാണ് കറണ്ട് പോയിരിക്കുന്നത്, നിങ്ങളൊന്ന് ഇട്ടാൽ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഉറങ്ങുന്ന നേരത്തെ ഈ വാർത്ത വേണ്ട, നേരത്തെ ആക്കണം എന്നാണ് കണ്ണൻ താഴ എന്നാണെന്ന് തോന്നുന്നു. എങ്ങനെയത് വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയയിൽ നിന്ന് പറയുന്നുണ്ട്. അതെ, ഒപ്പം അതെ, അദ്ദേഹം തന്നെ ചോദിക്കുന്നത്, പ്രവിത പൂളിൽ ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷൈനി ഹരിദാസ്, രണ്ടുപേരുടെയും പാട്ട് നന്നായി എന്ന് പറയുന്നു. നല്ല പരിപാടി എന്ന് രാജി പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. യെസ്, അപ്പോൾ പാലക്കാട് ചിറ്റൂരിൽ കറണ്ട് പോയി നേരത്തെ പറഞ്ഞു. ഇപ്പോൾ തൃശ്ശൂർ ഒല്ലൂരിലും കറണ്ട് പോയിട്ടെന്ന് പറയുന്നു. പിന്നെ തൊട്ട് മുമ്പ് എന്താണ് സുലൈമാൻ അബ്ദുൽ ഖാദർ, പ്രജിൻ ഞാൻ തുടക്കം മുതൽ പറയാൻ തുടങ്ങിയതാണ് ചിരിയോ ചിരിയിലെ 7 സ്വരങ്ങളും തഴി വരുന്നൊരു ഗാനം എന്ന പാടാം ചേട്ടാ, അതെന്തായാലും പാടാം. അപ്പോൾ പാട്ടിനൊക്കെ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്, പാടും. ഇനി KCB അടിച്ചുപോയി എന്ന് പറയുന്ന ശ്രീരാജ് കാലിക്കറ്റ് ആണ്. കറണ്ട് വന്നു എന്ന് പറയുന്നു. ഹായ് പ്രജിൻ, പ്രവിത രണ്ടുപേരുടെയും ലുക്ക് കൊള്ളാം. പ്രവിത മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന പാട്ട് പാടുമോ? അടുത്ത ദിവസം ഇപ്പോഴത്തെ ശബ്ദം ഓക്കലത്തുനാണ്, അല്ലെങ്കിൽ പ്രവേദ പാടിയത്. അടുത്ത ദിവസം എന്തായാലും പാടും. അപ്പോ നമുക്കിനി അടുത്ത സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാലോ? സുമേഷ് പറയുന്നത് എന്റെ കമന്റ് വായിച്ചില്ല. സുമേഷ് 7286 എന്ന് പറയുന്നതാണോ? അതെ അതെ, ഏത് കമന്റാ വായിക്കാം? തീർച്ചയായിട്ടും വായിക്കും. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാം, ഇവിടെ കമന്റ് ചെയ്യാം, അതായത് യൂട്യൂബ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് കീഴേ നിങ്ങൾക്ക് കമന്റുകൾ രേഖപ്പെടുത്താം.
ചുമ്മാ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്ത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാം. അത് നിങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് നിർബന്ധമില്ല. തൽക്കാലം സീരിയസ് വിഷയങ്ങളെ നമ്മൾ വാർത്തയും കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പോ അടുത്ത സെഗ്മെന്റിലേക്കാണ്. പറയാനുണ്ട് ചില വിശേഷങ്ങൾ. രാത്രി പുരാണം. നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ കരിന്തണ്ടൻ എന്ന ഒരു ആദിവാസി യുവാവിന്റെ കഥ വയനാട് ചുരം കയറിയവർക്കൊക്കെ അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിന്റെ ആത്മാവിനെ ചങ്ങലയാൽ ബന്ധിച്ചതെന്ന് കരുതുന്ന ഒരു മരം വയനാട് ലക്കിടിയിൽ കാണാം. വയനാടൻ ചുരത്തെ ബ്രിട്ടീഷുകാർക്ക് കാട്ടിക്കൊടുക്കുകയും അതേ ബ്രിട്ടീഷുകാർ ചതിച്ചു കൊല്ലുകയും ചെയ്തു എന്നാണ് ഈ കരിന്തണ്ടനെ കുറിച്ച് പറയുന്ന കഥ. ഗോത്രവിഭാഗങ്ങളുടെ ഐതിഹ്യ കഥകളിലെ നക്ഷത്രമാണ് ശരിക്കും ഈ കരിന്തണ്ടൻ. എന്തായാലും ഇതൊരു പ്രേതകഥയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇത് പറഞ്ഞിങ്ങനെ എല്ലാവരും അറിയാവുന്ന കുറെ കഥകളാണ്. സത്യവും എല്ലാം കൂടി ഇടകലർന്ന കഥയാണ്. അത് കാണാം, അറിയാം. നേരെ വയനാട്ടിലേക്ക്. അങ്ങനെ 3 മലമടക്കുകളും 9 കൊടുംവളവുകളുമുള്ള ചുരം കടന്ന് വാഹനങ്ങൾ എത്തിത്തുടങ്ങി. പക്ഷേ പലതും പാതി വഴിയിൽ അപകടത്തിൽപ്പെട്ടു. മലമടക്കിൽ നിന്ന് ആഴങ്ങളിലേക്ക് പതിച്ചു. പലരും മരിച്ചു. അതൊരു തുടർച്ചയായി. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ യാത്രക്കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ ഒരു ദിവ്യനെ നാടുവാഴികൾ കാര്യകാരണ അന്വേഷണത്തിന് നിയോഗിച്ചു. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ നടന്ന അന്വേഷണത്തിനൊടുവിൽ കരിന്തണ്ടൻ എന്ന പണിയമൂപ്പനായ യുവാവിന്റെ ആത്മാവ് അലഞ്ഞു നടക്കുന്നുവെന്നും അതാണ് അപകടത്തിന് കാരണമെന്നും തീർപ്പുണ്ടായി. ആ ആത്മാവിനെ ഒടുവിൽ ഒരു മരത്തോട് ചേർന്ന് തളച്ചിട്ടു, ഒരു ചങ്ങലയിൽ. ആ മരം വളർന്നു, ഒപ്പം ചങ്ങലയുമെന്ന് വിശ്വാസം. ബ്രിട്ടീഷുകാർക്ക് ചുരംപാത കാട്ടിക്കൊടുത്ത ചിപ്പിലത്തോട് കാടുകളിലെ പണിയമൂപ്പനായിരുന്ന കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ തന്നെ ചതിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഒരു മിത്താണ്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്ന് തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എളുപ്പം യാത്ര ചെയ്യുന്നതിന് വേണ്ടി വളരെ പണച്ചെലവ് സഹിച്ച് വലിയ അധ്വാനത്തോടു കൂടി നിർമ്മിച്ച പാതകളാണ് ഇത് എന്ന് പിൽക്കാല ചരിത്രം പറയുന്നുണ്ട്. കരിന്തണ്ടന്റെ പൂർണ്ണകായ പ്രതിമ ചങ്ങലമരത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ചങ്ങലമരത്തിനടുത്തേക്ക് ജാതിമത വൈജാത്യങ്ങളില്ലാതെ മനുഷ്യരെത്തുന്നു. വിശ്വാസപൂർവം പ്രാർത്ഥനാനിരതരാകുന്നു. വെറ്റിലയും അടക്കയും പുകയിലയും ചുണ്ണാമ്പും സമർപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം വിചാരിച്ചു, ആ കാര്യം നടന്നിട്ടുണ്ട്. മരം വലുതായാലും ചങ്ങല അനങ്ങുന്നില്ല. എത്രയോ വർഷം മുമ്പ് ഇട്ട ചങ്ങലയാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കാറ്റ് വന്നാലും വിളക്ക് കെടൂല. അതെ, രാവിലെ കത്തിച്ച വിളക്ക് പിന്നെ വൈകുന്നേരം വരെ ഉണ്ടാവും. ഈ വഴി കടന്നു പോകുന്നവരെല്ലാം കൗതുകത്തോടെയെങ്കിലും ഒന്ന് നോക്കിപ്പോകും കരിന്തണ്ടന്റെ പ്രതിമയും ചങ്ങലമരവും. മിത്താകാം, ചരിത്രമാകാം, ഐതിഹ്യ കഥയാകാം. എന്തായാലും ഗോത്രകഥകളിലെ ധീരതയുടെ പേരാണ് കരിന്തണ്ടൻ. ചങ്ങലമരത്തിൽ ഇപ്പോഴും ആ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിനാൽ തന്നെ ദൈവികതയുടെ ഇടമാണ് ലക്കിടിയിലെ ചങ്ങലമരവും പരിസരവും. ഗോത്രജനതയുടെ കണ്ണുനീരിലും വിയർപ്പിലും ചോരയിലും വളർന്നതാണ് വയനാട്. അതിലൊരു പേരാണ് കരിന്തണ്ടൻ. മിത്തെന്നും ചരിത്രമെന്നും 2 വാദങ്ങളുണ്ട്. എങ്കിലും വിശ്വാസപ്പൊരുളിലുണ്ട് കരിന്തണ്ടൻ എന്ന പേര്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ കരിന്തണ്ടന്റെ കഥ ഇതോടെ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധാരണ നമ്മൾ ആ വഴി പോകുമ്പം അങ്ങനെ എന്തായാലും സുജിത്ത് കൃത്യമായി അതിനെ റിസർച്ച് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റോറി ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ കഥ നമ്മളിലേക്ക് അങ്ങനെ വന്നു. അപ്പോൾ നമുക്കിനി ഒരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ആദ്യ ഗസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് അങ്ങ് സിംഗപ്പൂരിൽ നിന്നാണ്. ദിവ്യ മാത്യു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ്. ഇതാ നേരിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത്. ഹായ് ദിവ്യ, എവിടെ? ഹായ് ദിവ്യ. ദിവ്യ വന്നില്ല, വന്നു. എനിക്ക് ഇത്ര രണ്ടുപേരുണ്ടല്ലോ, പേര് പറയൂ. ജയ്ജി. കേട്ടില്ല, ഒന്നുകൂടി പറയൂ. ജോജി. ജോജി. ഓക്കെ. ദിവ്യ ആൻഡ് ജോജി. നല്ല സമയമായിട്ടുണ്ടല്ലോ. സിംഗപ്പൂർ ഇപ്പൊ എത്ര മണിയായി? 1:28. 1:28 അപ്പോഴും നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കാണുന്നെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എന്താ ചെയ്യാ രണ്ടുപേരും അവിടെ? നാട്ടിലെവിടെയാണ്?
നേഴ്സാണ്. ഓക്കെ. ആ പ്രസിഡന്റ് എന്താ ചോദിച്ചു? അല്ല നാട്ടിലെവിടെയാന്ന് ചോദിച്ചു. നാട്ടിലെവിടെയാ? പത്തനംതിട്ട. ആഹാ. എനിക്ക് തോന്നുന്നു ജോജി അർജന്റീന ജേഴ്സിയിലാണല്ലോ അല്ലേ? അതെ 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 അതെ. നാളെ വരെ കളി കാണണ്ടേ? അപ്പോ ജയിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ആര് ഗോളടിക്കും? മെസ്സി. ഓക്കെ. 10 തന്നെ ഇട്ടിരിക്കുന്നത് തോന്നുന്നു. ദിവ്യ ബ്രസീൽ ഫാൻ അല്ലേ? അതെ അതെ അതെ, രണ്ടുപേരും. ബ്രസീൽ ഫാനാണോ? അർജന്റീന ഫാനാണെന്ന് പറഞ്ഞത്. അർജന്റീന. രണ്ടുപേരും അർജന്റീന. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. സാധാരണ നിങ്ങൾ ഇത്രയും വൈകിയാണോ കിടക്കാറുള്ളത്? ഇന്നിച്ച് ലേറ്റായി. പ്രോഗ്രാം ഉണ്ടല്ലേ? പ്രോഗ്രാം എല്ലാ ദിവസവും കാണണം, മറക്കരുത്. കിടന്നാ മതി. ഓക്കെ ദിവ്യ, അപ്പോ ഇനി നാട്ടിൽ വരുമ്പോ കാണാം നമുക്ക്. നാട്ടിലെ പത്തനംതിട്ടയിലുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ വീട്ടുകാരോട്? ഇത് നേരെ പറഞ്ഞു. എല്ലാരും നല്ലതായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ഒരു 24ന്റെ ഒരു ഹായ്. ആഹാ ഓക്കെ, നമ്മൾ അറിയിച്ചേക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ സിംഗപ്പൂരിൽ ദിവ്യയും ജോജിയും അല്ലേ? അതെ, ദിവ്യയും ജോജിയുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ഇങ്ങനെ സിംഗപ്പൂരിൽ നിന്ന്, അതാ ഞാൻ ചോദിച്ചത്, സിംഗപ്പൂർ നമ്മളെക്കാളും കുറച്ച് സമയം മുന്നോട്ടാണല്ലോ. 1:20 ഇരുന്ന് കാണുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പം മാത്രമല്ല പുലർച്ചെ കളിയുണ്ട്, അപ്പൊ അതും കാണാൻ വേണ്ടിയിട്ടാണ് ജോജിയെ പോലുള്ള അർജന്റീന ആരാധകർ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പോവാം. ഇനി നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. അവിടെ രാത്രികാല വിശേഷങ്ങൾ ഒരുപാടുണ്ട്. നല്ല കിഡിലൻ ഫുഡ് കിട്ടുന്ന ഒരുപാട് ഇടങ്ങൾ കണ്ണൂരിലുണ്ടെന്നാണ് നമ്മുടെ സജോ ദേവസ്യ പറയുന്നത്. എനിക്ക് പറയാം, കണ്ണൂരുകാരനാണല്ലോ അല്ലേ? അപ്പോൾ അവിടെ ഒരു കിഡിലൻ വിഭവത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ സജോ ദേവസ്യ തയ്യാറായി നിൽക്കുന്നത്. നേരെ റിപ്പോർട്ടിലേക്ക്. ഹായ് ഓൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ താഴെച്ചൊവ്വയിലാണ്. താഴെച്ചൊവ്വയിലെ കിഴുത്തള്ളി തട്ടുകട. അതായത് കണ്ണൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോൺ വെജ് വിഭവങ്ങളുടെ കാര്യത്തിൽ കണ്ണൂരിൻ്റെ അത്രയും വൈവിധ്യം മറ്റെവിടെയും ഇല്ല എന്നാണ് ഞങ്ങളുടെ പൊതുവെയുള്ളൊരു അവകാശവാദം. ഇവിടെ പല വിഭവങ്ങളുണ്ട്. അതിലൊരു സ്പെഷ്യലാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത്. അതായത് പത്തൽ വിത്ത് ചിക്കൻ ചുക്ക മിക്സ്. പറയാൻ കുറച്ച് പാടാണ്, നാക്കുളുക്കും. ഈ വിഭവങ്ങൾ കണ്ണൂരിലെ രാത്രികാല ഭക്ഷണ വിശേഷങ്ങളാണ് നമ്മൾ വിശദമായി കാണുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ ആ നാക്കുളുക്കുന്ന വിഭവത്തിൻ്റെ പ്രത്യേകത, മറ്റ് മിക്സുകൾ, കുറേ വിഭവങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം, വാ. അപ്പോൾ കിഴുത്തള്ളി തട്ടുകടയിലെ അടുക്കളയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടൊപ്പം ലത്തീഫിക്കയുണ്ട്. ലത്തീഫിക്കയാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. നമുക്ക് വേഗത്തിൽ ഇവിടുത്തെ മറ്റു വിഭവങ്ങൾ എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ആ പറഞ്ഞ സ്പെഷ്യൽ വിഭവത്തിലേക്ക് വരും കേട്ടോ. എന്തൊക്കെയായിക്കാ ഇവിടുത്തെ വിഭവങ്ങൾ? ബീഫ് മസാല. ബീഫ് മസാല ഇതൊരു പെസലാണ്. പിന്നെ ഒരു ബീഫ് ഫ്രൈ കൂട്ട്. ബീഫ് ഫ്രൈ ഉണ്ട്. ഇത് എപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പതച്ചുകൊണ്ടേയിരിക്കുന്ന നല്ല ലൈവാണ്. എല്ലാം ലൈവാണ്. എല്ലാം ലൈവ്. പത്തല്, പൊറോട്ട, പുട്ട് എല്ലാം ലൈവ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്പെഷ്യൽ വിഭവത്തിന് മിക്സ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇത് പത്തൽ ചിക്കൻ ചുക്ക. പത്തൽ ചിക്കൻ ചുക്ക മിക്സ്. അതായത് പത്തൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭവമാണ്. അതിൻ്റെ കൂടെ ചിക്കൻ ചുക്ക മിക്സ് ആക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റിയാണ് ഫുഡ്. നല്ല ഫുഡാണ്. ആ മിക്സിങ് അതിൻ്റെ കാര്യമായിട്ട് മിക്സിങ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചിക്കൻ ചുക്ക വിത്ത് പത്തൽ മിക്സ്. ഇവിടെ ഈ കിഴുത്തള്ളി തട്ടുകടയിൽ ധാരാളം വൈവിധ്യമാർന്ന വിഭവങ്ങളുണ്ട്. എല്ലാം കഴിക്കാൻ പറ്റില്ല, എല്ലാം കഴിക്കാനുള്ള വയറില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ ഈ ചിക്കൻ ചുക്ക പത്തൽ മിക്സ് മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ വൈവിധ്യമാർന്ന അനവധി വിഭവങ്ങളുണ്ട്. ആ വിശേഷങ്ങളുമായി വീണ്ടും ചേരാം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. അപ്പോൾ ഇത് കണ്ട് വായിൽ വെള്ളം വന്നവർ എത്ര പേരുണ്ടാവും? ഒരുപാട് പേരുണ്ടാവും. നേരെ കണ്ണൂരേക്ക് വെച്ച് പിടിക്കാം. അവിടെ ഈ പറയുന്നത് നേരെ പോവാ, ഈ സാധനം കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ബാക്കി അതെ, നമ്മുടെ അടുത്ത് കഴിച്ചിട്ടാണോ പ്രോഗ്രാമിന് കയറിയതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ ശാലിൻ പറയുന്നു, ഐ സബ്സ്ക്രൈബ് ദിസ് ചാനൽ ടുഡേ, ഫസ്റ്റ് ടൈം സീയിങ് ദിസ് പ്രോഗ്രാം, നൈസ് പ്രസന്റേഷൻ. പവിത്ര ചേച്ചി, പവിത്രയല്ല ഇവിടെ
പ്രവിത ടേക്ക് കെയർ. പ്രജൻ ബ്രോ ഫീൽസ് ലൈക്ക് ബിഗ് ബ്രദർ ടോക്കിംഗ് കൈൻഡ്ലി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് യുവർ കൊളീഗ്. തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും പ്രജേട്ടൻ അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പോൾ മാത്രമല്ല പ്രതിയുടെ ഡ്രസ്സ് ഇന്ന് സൂപ്പർ ആയിട്ടെന്നൊക്കെ പറയുന്ന ഒരുപാട് പേര്. താങ്ക് യു. ഓക്കെ, നേരത്തെ വന്ന വാർത്ത ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ആലപ്പുഴയിൽ കോടതിയിൽ ഹാജരാക്കേണ്ട പ്രതി പോലീസിന്റെ കണ്ണുടിച്ച് കടന്നു കളഞ്ഞില്ലേ, ആ പ്രതിയുടെ പേര് വിഷ്ണു ഉല്ലാസ് എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. നേരത്തെ പറഞ്ഞത് വിഷ്ണു മഹേഷ് എന്നാണ് പേര്, യഥാർത്ഥത്തിൽ വിഷ്ണു ഉല്ലാസ് എന്നാണ്. പിടിച്ചുപറി കേസിലെ പ്രതിയാണ്. പ്രതിയുടെ ഫോട്ടോയൊക്കെ ലഭ്യമായിട്ടുണ്ട്. അല്പസമയത്തിനകം ആ ഫോട്ടോ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പം എവിടെയാണ് ആലപ്പുഴയുടെ ആ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുമുണ്ട് പോലീസ് സംഘം. അപ്പം തന്നെ മുഹമ്മദ് ചോദിക്കുന്നു വയനാട് ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ടോമി പറഞ്ഞു പ്രവിത എൻ്റെ കമന്റ് വായിച്ചില്ലെങ്കിൽ ഞാൻ കൂടോത്രം ചെയ്തേനെ. എനിക്ക് ഇനി കൂടോത്രം കൂടി താങ്ങാൻ വയ്യ. വേർഡ് ഓഫ് ദി ഡേ അല്ലേ, അത് കൂടോത്രം എന്നായിക്കോട്ടെ. കാരണം അതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ ഒരുപാടുണ്ട്. സോഷ്യൽ മീഡിയ ട്രോൾ മഴ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ട്രോൾ ഉണ്ട്. കാരണം രാഷ്ട്രീയവും വിശ്വാസവും അന്ധവിശ്വാസവും എല്ലാം കൂടി കലരുമ്പോൾ അതൊരു പ്രത്യേക തരം രസമാണെന്ന് എനിക്ക് തോന്നുന്നു. സജു കഴിച്ചു കൊതിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. നേരത്തെ വിഭവത്തെ അരുൺ പരാതി പറയുന്നു. 3 ദിവസം കൊണ്ട് ഇവിടെ കമന്റ് ഇടുന്നു, വായിക്കുന്നില്ല, ഇന്നെങ്കിലും ഒന്ന് വായിക്കടേന്ന്. വേറെ ഉണ്ടോ? അരുൺജി മുട്ടട ഒരു വലിയ ടാസ്ക് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, 1 കോടിയിൽ ചോദിച്ച ചോദ്യം ഇവിടെ ചോദിക്കുക. 1 കോടിയിൽ സ്വർണത്തിന് വേണ്ടിയുള്ള ചോദ്യം. മുരളിക്ക് ശ്രീനിവാസൻ ശബ്ദം നൽകിയ സിനിമ ഏത് എന്ന് അവിടെ ചോദിക്കുന്ന ചോദ്യം ഇവിടെ ചോദിക്കുന്നു നമുക്ക് വേണ്ടി അരുൺജി മുട്ടട. അതിലും രസകരമായ ഒരു കമന്റ് മുന്നേ ഞാൻ കണ്ടു. പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു ഇന്നിവിടെ സ്ഥിരം പ്രേക്ഷകരെ കാണാത്തത് അവരവിടെ 1 കോടിയിൽ സ്വർണ്ണ നാണയം കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണെന്ന്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നു. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, MS മീഡിയ, പ്രജൻ ആൻഡ് പ്രവിത നിങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണോ? നെയിം കോമ്പിനേഷൻ അങ്ങനെയും പറയാം. അപ്പൊ പ്രവിത എവിടേക്കോ പോയിട്ടുണ്ടല്ലോ, മറ്റു രാജ്യങ്ങളിലല്ലേ? എവിടേക്ക് പോയിട്ടുണ്ട്? ഞാൻ UAE, സൗദി, ഇറാഖ് പോയിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ സൗദിയിലെ ബോർഡ് കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോ ഒരു പ്രത്യേക ഫീൽ. പോവാൻ അവസരം കിട്ടി ഉറപ്പായിട്ടും. ഇറാഖിൽ നിന്നൊരു പ്രേക്ഷകൻ നമ്മൾ റെഡിയായി നിൽക്കുന്നുണ്ട്. നേരെ പോവാണ്. ഹരിപ്രസാദ് ആണ്. ചേട്ടാ നമസ്കാരം. ഹായ് ചേട്ടാ. നമസ്കാരം. ഇറാഖിലാണല്ലേ? ഇറാഖിലാണ്. ഇറാഖിൽ എവിടെയാണ്? ബാഗ്ദാദിലാണ്. ബാഗ്ദാദ് ജംഗ്ഷനിലാണോ? എന്തുണ്ട് ചേട്ടാ ബാഗ്ദാദിൽ? എന്തുണ്ട് വിശേഷം? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴത്തെ സമയം എന്താണ്? ഇതൊക്കെ പറയൂ. ഭയങ്കര ചൂടാണ് ഇവിടെ. ഭയങ്കര ചൂടാണ്. ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ചേട്ടാ നമുക്കിവിടെ ഇപ്പൊ ഇറാഖിൽ നിന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അത് അത്ര സുഖമുള്ള വാർത്തകളല്ല. ഈ പറയുന്നത് പോലെ എപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ്. പല ഈ ബാഗ്ദാദിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ വാർത്തകൾ അറിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ്? ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇറാഖിൽ നിന്നൊരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ പറയൂ, വലിയ പ്രശ്നമൊക്കെ ഉണ്ടോ അവിടെ? ഞാൻ ഇവിടെ ഇറാഖിലെ അമേരിക്കൻ എംബസിയിലാണ് ജോലി ചെയ്യുന്നത്. അത് ശരി. അപ്പം സുരക്ഷിതത്വം ഒക്കെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണല്ലേ? നമുക്ക് ഇറാഖ് എന്ന് പറയുമ്പോൾ യുദ്ധമൊക്കെയാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത്. മലയാളികളൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ അവിടെ? ഓഫീസിൽ വരെ മലയാളികൾ ഉണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ? മലയാളികളെ അത്യാവശ്യത്തിനുണ്ട്. നാട്ടിലെവിടെയാ ചേട്ടാ? നാട്ടില് കണ്ണൂരാണ്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂരുകാരാണല്ലോ. കണ്ണൂരാണ്. പാപ്പിനിശ്ശേരി. ഞാൻ കുറച്ച് അടുത്തായിട്ട് വരും. പയ്യന്നൂരിന്റെ അടുത്താണ്. പയ്യന്നൂരിന്റെ അടുത്ത് ഞാൻ മുമ്പ് അച്ഛന്റെ നാട് അവിടെയാണ്. വെള്ളൂർ. അത് ശരി. ഞാൻ കരുവള്ളൂരാണ് പഠിച്ചത്. അപ്പൊ നമ്മള് പരിചയക്കാരാണ്. നെഹ്റുക്കുളയിലാണ് ഞാൻ പഠിച്ചത്. നാട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടാ? നാട്ടില് ഭാര്യയും കുട്ടികളും അമ്മയും എന്റെ വീട്ടിലുണ്ട്. ചേട്ടാ അപ്പൊ അവരൊക്കെ കാണുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് പറഞ്ഞോ. ഞാനിപ്പോ വിളിച്ചതേ ഉള്ളൂ. അപ്പൊ സ്ക്രീനിൽ നമ്മുടെ 24 സ്ക്രീനിൽ ഹരിയേട്ടന്റെ എല്ലാ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ആശംസ പറയാം അല്ലേ? നാട്ടിലേക്ക് ഇനി പെട്ടെന്നുണ്ടോ ചേട്ടാ? ഞാൻ സെപ്റ്റംബറോ ഒക്ടോബറോ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ശരി. അപ്പൊ നമുക്ക് നോക്കിയിട്ട് കണ്ണൂരിൽ നിന്ന് കാണാൻ പറ്റുമെങ്കിൽ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഗുഡ് നൈറ്റ്. ബൈ. അപ്പൊ നമുക്ക് കൂടുതൽ ഈ വിദേശത്ത് നിന്നുള്ള പ്രേക്ഷകരാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സമയം അവർക്കായിരിക്കും കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് വിളിക്കാൻ പറ്റുക. ഇപ്പം മറ്റ് നമ്മുടെ നാട്ടിലുള്ള പ്രേക്ഷകരൊക്കെ മൊബൈൽ ഇങ്ങനെ
വെച്ചിട്ട് മൊബൈലിൽ നോക്കുന്നതല്ലേ, അത് പ്രശ്നമാണ്. അപ്പം പക്ഷേ നിങ്ങൾക്ക് അത് പാരലി കോൾ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാതിരിക്കത്തില്ല. നിങ്ങൾ വിളിക്കൂ, നല്ലൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് നല്ല വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്തിരുന്നോണ്ട് നിങ്ങൾ വിളിക്കാം. തീർച്ചയായിട്ടും അടുത്തത് നിങ്ങളായിരിക്കും സ്ക്രീൻ. നേരെ ഇറാഖിന്റെ ശത്രു ഒരു രാജ്യത്തേക്ക് നമുക്കങ്ങ് പോയാലോ? അമേരിക്ക ആയിരിക്കും. എന്താ വാർത്ത? ആലപ്പുഴയെ അനുസ്മരിപ്പിക്കുന്ന നഗരമുണ്ട് അമേരിക്കയിൽ നിന്നാണ് മധു കൊട്ടാരക്കര പറയുന്നത്. ടെക്സസിലെ സെൻ ആന്റോണിയ നമ്മുടെ ആലപ്പുഴ പട്ടണത്തിന്റെ ഒരു ചെറു പതിപ്പാണ്. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ എന്നൊരു പാട്ടും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. പുഴയുടെ ഇരുവശത്തുമായി വാണിജ്യ സ്ഥാപനങ്ങളും ഭക്ഷണശാലകളും പബ്ബുമാണ് അവിടുത്തെ പ്രധാന ആകർഷണം. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആര്? മധു കൊട്ടാരക്കര. കാണാം. അമേരിക്കയിലെ ടെക്സസിന്റെ തെക്ക് ഭാഗത്തുള്ള സാൻ അന്റോണിയ നഗരം കൊളോണിയൽ സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ്. നഗരത്തിന്റെ നടുവിലൂടെ പോകുന്ന നദിയുടെ 15 മൈൽ ദൂരത്തിലുള്ള മനുഷ്യനിർമ്മിത കനാലാണ് പ്രധാന ആകർഷണം. കനാലിന്റെ ഇരുവശത്തുമുള്ള കടകളും പബ്ബും ഭക്ഷണശാലകളും ഒക്കെ കണ്ടാൽ പെട്ടെന്ന് നമ്മൾ ആലപ്പുഴയിലാണോ എന്ന് സംശയിച്ചു പോകും. It's awesome the way the river goes through town, lots of places to eat, have some drinks. It's pretty cool. I was here years ago, so it's fun to be back. രാത്രി വൈകിയും നദിയുടെ ഇരുവശത്തുമായി നടന്നു നീങ്ങുന്ന സഞ്ചാരികളെ കാണാം. കനാലിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് കാഴ്ചകൾ ആസ്വദിക്കാം എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ജെന്നിഫർ ലോപ്പസിന്റെ സെലീന ഉൾപ്പെടെ നിരവധി ഹോളിവുഡ് ചിത്രങ്ങളിൽ സാൻ ആന്റോണിയ റിവർ വാക്കിന്റെ മനോഹാരിത ഇടം പിടിച്ചിട്ടുണ്ട്. 24 USA. രസകരമായ കാഴ്ചയായിരുന്നു അത്. അപ്പോൾ ഒരുപാട് കമന്റുകൾ വരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആ ആലപ്പുഴയിലേക്ക് ഒന്ന് പോകാൻ പെട്ടെന്ന്. അവിടുത്തെ നേരത്തെ രക്ഷപ്പെട്ട ആ പ്രതിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാം. എങ്ങോട്ടാണ് രക്ഷപ്പെട്ട് ഓടിയത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. മനീഷ് മഹിപാല ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. മനീഷ്, കേൾക്കാമോ? പ്രജിൻ, കേൾക്കാം. എന്താ സംഭവം? എന്താണ് സംഭവിച്ചത്? ഈ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടതാണോ? പ്രജിൻ, ഈ പ്രതി വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ കടന്നു കളഞ്ഞത്. അതായത് തനിക്ക് ശുചിമുറിയിൽ പോകണം, ബാത്റൂമിൽ പോകണമെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വന്ന് ആവശ്യപ്പെട്ടു, വിലങ്ങഴിക്കാൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടു. വിലങ്ങഴിച്ച് ബാത്റൂമിനകത്ത് കയറി. ബാത്റൂമിനകത്തെ ജനാല വഴിയാണ് ഇയാൾ കടന്നു കളഞ്ഞത് എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. 9:30 സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലായിരുന്നു. മറ്റൊരു കേസിൽ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് നാളെ ആലപ്പുഴ രാമങ്കരി കോടതിയിൽ ഇയാളെ ഹാജരാക്കാൻ ഇന്നേ കൊണ്ടുവന്നത്. പോലീസിന്റെ സാധാരണ ഒരു നടപടിയാണ് നാളെ ഹാജരാക്കണമെങ്കിൽ ഇന്ന് ഈ ജില്ലയിലെ ഏതെങ്കിലും സബ് ജയിലിൽ പ്രതിയെ പാർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ പ്രതിയെ എത്തിച്ച സമയത്താണ് ഈ രീതിയിൽ പ്രതി കടന്നു കളഞ്ഞത്. ആലപ്പുഴ എയർ ക്യാമ്പിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് രാവിലെ തിരുവനന്തപുരത്ത് പോയി ഇയാളെ കൊണ്ടുവന്നത്. ഇയാൾ ചാടിക്കടന്ന ശേഷം പോലീസ് ഇപ്പോൾ നഗരത്തിലെമ്പാടും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ വീട് പത്തനംതിട്ടയിലാണ്. നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ടായിരുന്നു. ഇയാളുടെ പേര് വിഷ്ണു മഹേഷ് എന്നാണ് നമ്മൾ നേരത്തെ പറയുന്നത്. ഇയാളുടെ പേര് വിഷ്ണു ഉല്ലാസ് എന്നാണ്. 25 വയസ്സാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. ഇയാൾ രാമങ്കരിയിലെ നെടുമുടിയിലെ ഒരു രാമങ്കരി കോടതി പരിസരത്തെ ഒരു നെടുമുടിയിലെ ഒരു പിടിച്ചുപറി കേസിലെ പ്രതിയാണ്. നാളെ രാമങ്കരി കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു. എന്താണെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പം പോലീസ് എല്ലായിടത്തും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. യെസ്, അപ്പം എന്തായാലും പോലീസ് കാര്യമായി ശ്രമിക്കുന്നുണ്ട്. എവിടെയാണ് വിഷ്ണു ഉല്ലാസ് ഉള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതാ ലേഖ എന്ന് പറയുന്നൊരു പ്രേക്ഷക പറയുന്നു, പുഴയോരഴകുള്ള പെണ്ണ് എന്ന പാട്ട് നല്ലൊരു പാടാമോ? പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്, പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ് എന്ന് പോകുന്നൊരു പാട്ടാണ്. അതോടൊപ്പം സുമേഷ് പറഞ്ഞപ്പോൾ കുറെ നാളായി കമന്റുകൾ ഇടുന്നു. ഇതുവരെ ആരും വായിച്ചില്ല, ഇന്നെന്റെ കമന്റ് ഒന്നും വായിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ കമന്റ് വായിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം ഷാജി പൊയ്കൽ, പ്രവചന ആൻഡ് പ്രവിത എന്ന SKNോട് ഈ പരിപാടിയുടെ ടൈം മാറ്റാൻ നിവേദനം കൊടുത്തു. അതിന് മറുപടി SKN തന്നു, തൽക്കാലം ടൈം മാറ്റാൻ പറ്റത്തില്ല എന്ന്. ഇനി എന്ത് ചെയ്യും, ഉറക്കം 1 മണിക്കൂർ കുറയുമല്ലോ, സാരമില്ല എന്ന്. ഇതപ്പോ നിഷാദ് ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടി നിഷാദ് ഒരു കാര്യം പറയുന്നു. എപ്പോഴും നല്ല വ്യക്തിയാവുക, അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും.
വ്യക്തിത്വം മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും പ്രവിത ആൻഡ് പ്രജിൻ സി കണ്ണൻ എന്ന് പറയുന്നത് നിഷാദ് വി ആണ്. നല്ല മെസ്സേജ് ആണ്. അപ്പോൾ അത്തരം ഒരുപാട് മെസ്സേജുകളും. സുലൈമാന്റെ ഒരു കമന്റ് കണ്ടോ, പ്രവിതയ്ക്ക് സൗണ്ട് ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് നാളെ അവധി ആയിരിക്കുമോ, എങ്കിൽ പിന്നെ നാളെ പ്രവിതയ്ക്ക് പകരം വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ. എന്റെ പൊന്നോ, ഓടിക്കാൻ ശ്രമിക്കുകയാണോ? ഇല്ല, പ്രവിത നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ ഷോയുടെ പേര് തന്നെ അങ്ങനെയല്ലേ, ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം. യെസ്, അപ്പോൾ വെൽക്കം ബാക്ക്. തുടരുകയാണ് ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. ഓക്കെ, അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അല്പം ഉറക്കം വരുന്ന സമയമൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഉറക്കത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നല്ല ഉറക്കം കിട്ടുള്ളൂ. ആരോഗ്യകരമായി എങ്ങനെ ഉറങ്ങണം, ഏത് നേരത്തുറങ്ങണം, എത്രമാത്രം ഉറങ്ങണം, ഉറങ്ങിയില്ലെങ്കിൽ എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ. നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ ആണോ, ഏത് രീതിയിലാണ് ഉറങ്ങേണ്ടത്, നമുക്ക് ഉറക്കത്തെക്കുറിച്ച് അങ്ങനെ വിശദമായി ഒന്ന് അറിയാം. ഇനി കാണാം ഉറക്കശാസ്ത്രം. പറയുന്നത് പലപ്പോഴും നമ്മുടെ ഈ പാരൻസ് എപ്പോഴും പറയുന്നൊരു പ്രശ്നമുണ്ട്. അതായത് മക്കൾക്ക് ഭയങ്കര ക്ഷീണമാണ് എപ്പോഴും, എന്താണ് പറയുക, സ്കൂളിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അത് ടീച്ചേഴ്സ് വന്ന് പാരൻസിനോട് പറയും. പാരൻസ് എന്താണ് ഇവരുടെ പ്രശ്നം, പരീക്ഷയിൽ മാർക്ക് കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായിരിക്കാം ഇതിന് പിന്നിൽ എന്ന് പരിശോധിക്കുകയാണ് ഡോക്ടർ സൗമ്യ സരിൻ. അതിന് ഉറക്കവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് കേട്ടു നോക്കാം. പലപ്പോഴും 1ാം ക്ലാസ് മുതൽക്ക് തന്നെ ഞങ്ങൾ കാണാറുണ്ട്, രാവിലെ തുടങ്ങുന്നത് തന്നെ അതിരാവിലെയുള്ള ട്യൂഷനാണ്. അത് കഴിഞ്ഞ് കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ വീണ്ടും ട്യൂഷൻ. പിന്നെ കുട്ടി വീട്ടിലേക്ക് കയറുന്നത് പലപ്പോഴും 7-8 മണിക്കാണ്. അത് കഴിഞ്ഞ് വന്നാൽ ഭക്ഷണം കഴിച്ച് വീണ്ടും സ്കൂളിലേക്കുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. ഇങ്ങനെ ഒരു ദിവസം ഒരു റിലാക്സേഷനും ഇല്ലാതെ മൈൻഡ് ഇങ്ങനെ ടൈറ്റായിട്ട് സ്ട്രെയിൻഡ് ആയിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നന്നായിട്ട് ഉറങ്ങാനോ പിറ്റേ ദിവസം ക്ലാസ് ശ്രദ്ധിക്കാനോ സാധിക്കില്ല. ഒരു ദിവസത്തെ ഒരു കുട്ടിയുടെ റുട്ടീനിൽ പഠിത്തം മാത്രം പോരാ, ആ കുട്ടിയുടെ മൈൻഡും ബോഡിയും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഒരു ഉദാഹരണത്തിന്, ആ കുട്ടിക്ക് ഓടിച്ചാടി കളിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ചു കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള കുറച്ച് സമയം വേണം. ഒരുമിച്ച് ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ, ചിരിക്കാൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് സമയം പഠന സമയം എന്തായാലും വേണം. അല്ലാതെ ഈ ട്യൂഷനും പഠിത്തവും മാത്രമായി കഴിഞ്ഞാൽ അവരുടെ മൈൻഡും ബോഡിയും ഒട്ടും തന്നെ റിലാക്സ്ഡ് ആയിരിക്കില്ല. അങ്ങനെയുള്ള കുട്ടിക്ക് ഒരിക്കലും പഠനത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കില്ല. അവരുടെ മാർക്കൊക്കെ മോശമാവും. ഇത്തരത്തിൽ സ്കൂളിൽ ഉറക്കം തൂങ്ങുന്നു എന്നുള്ളൊരു കംപ്ലയിന്റും കേൾക്കേണ്ടതായിട്ട് വരും. യെസ്, അപ്പോൾ സ്വാമി ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാരൻസ് കൃത്യമായിട്ട് അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ഊർജ്ജത്തോടു കൂടി എല്ലാ ദിവസവും സ്കൂളിൽ പോവുകയും മിടുക്കമായിട്ട് വരികയും ചെയ്യും. യെസ്, ഒരുപാട് പ്രേക്ഷകരുടെ കമൻറ്റ് വരുന്നു. അതിൻ്റെ ഇടയിൽ കാനപ്പള്ളി ലിൻസി ജോൺസൺ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഷോയ്ക്ക് വേണ്ടി മെസ്സേജ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മണികണ്ഠൻ പറയുന്നു, ഹലോ പ്രാപ്ര, ഗുഡ് മോർണിംഗ്. മണികണ്ഠൻ എവിടെ നിന്നാണ് ഗുഡ് മോർണിംഗ് പറയുന്നു? ജെയിംസ് ജോർജ് പറയുന്നു, KSEB ലോഡ് ഷെഡിങ് തുടങ്ങിയോ? ഇവിടെ ഇലക്ട്രിസിറ്റി പോയപ്പോൾ KSEB ഓഫീസിൽ വിളിച്ചപ്പോൾ അങ്ങനെയാണ് എന്ത് പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞു തന്നത്. അത് എവിടെ നിന്നാണ്, ഇത് ഏത് സ്ഥലമാണ് എന്ന് ജെയിംസ് ഇട്ടിട്ടില്ല. ഇപ്പൊ ലോഡ് ഷെഡിങ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാണ്. ട്രിവാൻഡ്രത്താണ് സന്തോഷ് കുമാർ പറഞ്ഞു. ട്രിവാൻഡ്രം കഴക്കൂട്ടം കറണ്ട് പോയി, അങ്ങനെ പലയിടങ്ങളിലായി കറണ്ട് പോയി എന്നുള്ള വാർത്തകൾ പ്രേക്ഷകർ തരുന്നുണ്ട്. അത് നമുക്കൊന്ന് അന്വേഷിക്കാം, നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ പരക്കി അങ്ങനെ കറണ്ട് പോകുന്നുണ്ടോ, അത് പ്രശ്നമാണോ നോക്കാം. KSEB അധികൃതരുമായി ബന്ധപ്പെട്ട് നോക്കാം. അപ്പോൾ അടുത്ത രാത്രി ഏറെ വൈകിയാലും ഉറങ്ങാത്ത നഗരമാണ് ബംഗളൂരു. അവിടുത്തെ സ്ട്രീറ്റുകൾ ഒരുക്കുന്ന രാത്രികാല കാഴ്ചകളിലേക്കാണ് 24 ഇനി പോകുന്നത്. യെസ്, നമ്മുടെ റിപ്പോർട്ടർ അരുൺ പൂപ്പറമ്പ തയ്യാറാണ്. പ്രേക്ഷകരെയും കൊണ്ട് നേരെ ബംഗളൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ്, രാത്രി ഉറങ്ങാത്ത നഗരമാണ് ബംഗളൂരു എന്നതാണ് പൊതുവെ പറയാറുള്ളത്. പുലർച്ചെ വരെ വളരെ ആക്റ്റീവായിട്ടുള്ള നിരവധി സ്ട്രീറ്റുകൾ ഈ നഗരത്തിനകത്തുണ്ട്. അതൊരു പക്ഷേ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിരവധി മലയാളികൾ ഉൾപ്പെടെ ഇത്തരം ബംഗളൂരു നഗരത്തിലെ സ്ട്രീറ്റുകളിലൊക്കെ വരുന്നതാണ്. എന്തായാലും അത്തരം ചില മനോഹരമായ നഗര കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. It's beautiful, it's good. Very, very lively. Yeah. Full of life, full of energy.
വെരി ഗ്രേറ്റ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ്, ബ്രിഗേഡ് റോഡ്, അങ്ങനെ പേരുകൾ നോക്കിയാൽ കുറേ പേരുകളുണ്ട്. അവിടെ ഷോപ്പിങ്ങിന് വരുന്നവരുണ്ട്, ഇത്തരം രാത്രികാല കാഴ്ചകൾ കാണാൻ വരുന്നവരുണ്ട്, നല്ല സ്ട്രീറ്റ് ഫുഡ് ആസ്വദിക്കാൻ വരുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നിശാ പാർട്ടികൾ, നൈറ്റ് പബ്ബുകൾ, അങ്ങനെ ഫുൾ ഓൺ ലൈവാണ് ബംഗളൂരു നഗരം. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ വീക്കെൻഡ് ആയാൽ ഇത്തരം ഇടങ്ങളിൽ കാല് കുത്താൻ പോലും സ്ഥലമുണ്ടാവുകയില്ല. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് ബംഗളൂരുവിലെ ഒരു ഫുഡ് സ്ട്രീറ്റിൽ It's very tasty. Varieties, there are lots of varieties are there. ബംഗളൂരു നഗരത്തിലെ രാത്രികാല കാഴ്ചകളുടെ 10% പോലും ഞങ്ങൾ പകർത്തിയിട്ടില്ല. ആ കാഴ്ചകൾ വിശാലമായി ഈ നഗരത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അത്തരം കാഴ്ചകളുമായി വീണ്ടും കാണാം. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അപ്പോൾ ശിവദാസൻ പറയുന്നുണ്ട് 30 വർഷമായി ബംഗളൂരുവിലാണ് എന്ന്. ബംഗളൂരു നഗരത്തിന്റെ സൗന്ദര്യം അത് മറ്റൊരു സൗന്ദര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഇടമാണെങ്കിൽ പോലും അവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ബംഗളൂരുവിൽ വർക്ക് ചെയ്തവർക്കൊക്കെ പിന്നെ കൊച്ചിയിൽ വന്ന് വർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഈ ഇൻഫോ പാർക്കിലൊക്കെ ഈ പറയുന്ന പോലെ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇൻഫോ പാർക്ക് ഏരിയയിലൊന്നും അങ്ങനെ തട്ടുകടകളൊക്കെ വളരെ വിരളമാണെന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ പുതിയ പദ്ധതികൾ വരാൻ പോവുകയാണ്. നൈറ്റ് ലൈഫ് കുറച്ചുകൂടെ കളറാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഒക്കെ തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം തന്നെ അരുൺ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രജിൻ. മുംബൈയിൽ നിന്ന് മറ്റൊരു അതിഥി എനിക്ക് തോന്നുന്നു ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ബംഗളൂരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മുംബൈയിൽ നിന്ന് ഒരു അതിഥി വരുന്നത്. അപ്പം നമുക്ക് നേരെ പോവാം. ചേട്ടാ ആരാണ് ഇവിടെ സ്ക്രീനിൽ ഇവിടെ കാണുന്നില്ലല്ലോ? തോമസ് ജോർജ്. തോമസ് ചേട്ടാ, ചേട്ടന്റെ ശബ്ദം കേട്ടു. നാട്ടിലെവിടെയാണ്? ചാലക്കുടി. ഐ ആം ആക്റ്റീവ് ഇൻ 24 ചാറ്റ് ദിസ് തിങ്. എല്ലാവർക്കും ഹായ് ഉണ്ട്. പ്രേക്ഷകരുടെ പേരാണ് അല്ലേ? അല്ല, എന്റെ പേര് തോമസ് ജോർജ്. അല്ല, പ്രേക്ഷകരുടെ ഈ പറയുന്ന പോലെ സ്ഥിരമായി നമ്മുടെ ചാറ്റിൽ വരുന്ന തോമസ് ജോർജ്. അതെ അതെ, പ്രേക്ഷകരോട് എല്ലാവർക്കും ഹായ്. വളരെ സന്തോഷം. നമ്മൾ എന്നും ചാറ്റിൽ കാണുന്ന ആളെ ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നവി മുംബൈയിൽ എന്ത് ചെയ്യുന്നു? I am a businessman. I got a manufacturing unit, bearings. അപ്പോൾ ഒരു കൊച്ചമ്പാരിയാണെന്ന് തോന്നുന്നു. എത്ര വർഷമായിട്ടുണ്ട് അവിടെ മുംബൈയിൽ? 45 years. ശ്രീരാജ്, ഹായ് ശ്രീരാജ്. ഞാൻ 2 സിസ്റ്റത്തെ നിങ്ങൾ ചാറ്റിംഗ് ഫ്രണ്ട്സ് ആയല്ലേ? നമ്മുടെ സ്ക്രീനിൽ ഒന്ന് നേരെ ചാറ്റ്. ആരോ ആവശ്യപ്പെട്ടൊരു പാട്ടാണ്, ഞാൻ ഒന്ന് മൂളാം. ഓക്കെ, പാടുകേട്ടോ പെട്ടെന്ന്. കേൾക്കാമല്ലോ അല്ലേ? നീർമേൽപ്പീലിയിൽ മടിത്തുളുമ്പി എന്നരികിൽ നിന്നു കണ്ണുകൾ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരങ്ങനെ പോ. അടിപൊളി നന്നായിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് നൈസായിട്ടോ വന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ വന്ന് പാടുകയും ചെയ്തു. പൊളി. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രജിൻ, ഗുഡ് നൈറ്റ്. പ്രജിത, ഗുഡ് നൈറ്റ്. താങ്ക് യു. അപ്പൊ അത് നവി മുംബൈയിൽ നിന്ന് തോമസ് ജോർജ് ആണ്. അപ്പോൾ ഒരുപാട് കമന്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.